ദേവ് ട്രാവൽ വേൾഡിൻ്റെ 198ാമത്തെ വീഡിയോ. ന്യൂയോർക്കിലെ പ്രശസ്തമായ സെൻട്രൽ പാർക്കിലെ വിശേഷങ്ങൾ കാണാം. പാർക്കിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ നമുക്ക് കാണാം. പ്രഭാത സൂര്യൻ്റെ മൃദുലമായ പ്രകാശം മരങ്ങളിലൂടെ ചിന്തുമ്പോഴുള്ള മനോഹാരിത നോക്കൂ. ന്യൂയോർക്കിലെ മാൻഹാട്ടനിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിന് 843 ഏക്കർ വിസ്തൃതിയുണ്ട്. അമ്പരചുംബികളായ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നഗരത്തിലെ നഗരവാസികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ആശ്വാസകരമാണ് ഈ പച്ചത്തുരുത്ത്. വൈവിധ്യമാർന്ന 18,000-ൽ പരം മരങ്ങൾ ഈ പാർക്കിലുണ്ട്. സന്ദർശകർക്കായി റെസ്റ്റ് റൂം ഒരുക്കിയിട്ടുണ്ട്. പ്ലേ ഏരിയയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ റെസ്റ്റ് റൂമിനകത്ത് ഇടനാഴിയിലൂടെയാണ് നമ്മൾ ഈ പ്ലേ ഏരിയയിലേക്ക്, ട്രോളിയിൽ വരുന്ന ആളുകൾക്കും വീൽ ചെയറിൽ വരുന്ന ആളുകൾക്കും ഒക്കെ ഇതിൽ പ്രവേശിക്കാനുള്ള സൗകര്യമുണ്ട്. എത്ര മനോഹരമായ പുൽത്തകിടിയാണ് ഒരുക്കിയിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കളിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. 1853-ൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് നിയമസഭ മാൻഹാട്ടനിൽ ഒരു വലിയ പൊതു പാർക്ക് നിർമ്മിക്കാൻ അനുമതി നൽകി. നഗരവികസനവും ജനസംഖ്യാവർദ്ധനവും കൂടിയ സാഹചര്യത്തിൽ നഗരവാസികൾക്ക് ഒരു വിശ്രമ സ്ഥലം ആവശ്യമായി വന്നു. 1857-ൽ ഒരു ഡിസൈൻ മത്സരം ഉണ്ടായി. ഗ്രീൻവാർഡ് പ്ലാൻ എന്ന പേരിലുള്ള പദ്ധതി വിജയിച്ചു. ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റായ ഫ്രെഡറിക് ലോ ഓംസ്റ്റഡും ആർക്കിടെക്റ്റ് കാൽവേർട്ട് വോക്സും ചേർന്ന് പ്രകൃതി സൗന്ദര്യവും ശാസ്ത്രീയ ആസൂത്രണവും ഒരുമിപ്പിച്ച രൂപകൽപ്പന നടത്തി. 1858-ൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം 20 വർഷം കൊണ്ട് 1878-ലാണ് പൂർത്തീകരിച്ചത്. ചതുപ്പ് നിലങ്ങൾ ശുദ്ധീകരിച്ചും കുന്നുകൾ സമതലമാക്കിയും കൃത്രിമ തടാകങ്ങളും കുളങ്ങളും നിർമ്മിച്ചും ആയിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ നിർമ്മാണത്തിൽ പങ്കെടുത്തു. സന്ദർശകരുടെ സൗകര്യാർത്ഥം ഇത്തരം മനോഹര നിർമ്മിതികളും പണികഴിച്ചു. കലാകാരന്മാർ സംഗീതം പകരുന്ന നിമിഷങ്ങൾ. ഈ പാർക്ക് ഒരു തുറന്ന വേദിയാണ്. ശാന്തമായ തടാകങ്ങൾ. തടാകത്തിൻ്റെ തീരത്തു നിന്നും ചെറുബോട്ടുകൾ സാവധാനം നീങ്ങുന്ന കാഴ്ചകൾ. ജലത്തിൽ നഗരത്തിൻ്റെ സ്കൈ ലൈൻ തിളങ്ങുന്നു. പഴങ്ങൾ ഉൾപ്പെടെ പലതരം ഭക്ഷ്യവിഭവങ്ങൾ വിൽക്കുന്ന തെരുവു കച്ചവടക്കാർ. കുട്ടികൾ കളിക്കുന്ന ശബ്ദം. കുടുംബങ്ങൾ പിക്നിക്കിനായി ഒരുമിക്കുന്ന കാഴ്ചകൾ. മരച്ചില്ലകളിലൂടെ വീശുന്ന കാറ്റ് ഒരു സ്വാഭാവിക സംഗീതം പോലെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ വന്ന് ചിത്രങ്ങൾ പകർത്തുന്നു. ചിരികളും സംഭാഷണങ്ങളും അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. തെരുവ് കലാകാരന്മാർ തങ്ങളുടെ കഴിവുകൾ പങ്കിടുന്നു.
സംഗീതം, നൃത്തം, മറ്റ് കലാരൂപങ്ങളെല്ലാം ചേർന്ന് ഒരുമിച്ചൊരു ഉത്സവ പ്രതീതി. കാനഡ ഗൂസിനെ ഇവിടെയും കാണാൻ കഴിഞ്ഞു. മോട്ടോർ വാഹനങ്ങൾക്ക് പകരം സൈക്കിൾ റിക്ഷകളാണ് ഇവിടെ കൂടുതലായും കാണുന്നത്. ആയിരക്കണക്കിന് സഞ്ചാരികൾ ദിവസവും വന്നു പോകുന്ന പാർക്കാണിത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന ആളുകളെ നമുക്ക് ഈ പാർക്കിൽ കാണാം. കാൽനടപ്പാതകൾ, കുതിരവണ്ടിപ്പാതകൾ, വാഹനപ്പാതകൾ എന്നിവ വേർതിരിച്ച് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് ഇതൊരു നവീന ആശയവും ആയിരുന്നു. ഒരു പാർക്കിന് വേണ്ടതെല്ലാം ന്യൂയോർക്ക് സിറ്റിയിലെ സെൻട്രൽ പാർക്കിലുണ്ട്. മനോഹരമായ പാലങ്ങളും ശിലാഘടനകളും ടെറസുകളും നിർമ്മിച്ച് പ്രകൃതി ദൃശ്യം സ്വാഭാവികമാണെന്ന് തോന്നുന്ന രീതിയിൽ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ $14 മില്യൺ ചെലവിലാണ് ഈ പാർക്ക് പണിതിട്ടുള്ളത്. ഇദ്ദേഹം നിർമ്മിക്കുന്ന കുമിളകൾ നോക്കൂ. എത്ര വലിയ കുമിളകളാണ് അദ്ദേഹം സോപ്പ് വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. പാതകളിലൂടെ നടക്കുന്ന ചിലർ, ജോഗിംഗ് ചെയ്യുന്നവർ, സൈക്കിളിൽ സാവധാനം സഞ്ചരിക്കുന്നവർ എന്നിങ്ങനെ പലതരക്കാരായ ആളുകളെ നമുക്കിവിടെ കാണാം. പക്ഷികളുടെ കളകളനാദം ദൂരെയൊരിടത്തെ നഗരശബ്ദങ്ങളുമായി കലരുന്നു. നീണ്ടുകിടക്കുന്ന പാതകൾ, പച്ചപ്പുല്ലുകൊണ്ടു മൂടിയ വിശാല മൈതാനങ്ങൾ ഓരോ ചുവടിലും ഒരു പുതിയ കാഴ്ച സമ്മാനിക്കുന്നു. ഇവിടെ പ്രകൃതിയും നഗരവും ഒരുമിച്ചുള്ള ഒരു സമന്വയം സൃഷ്ടിക്കുന്നു. മറ്റെങ്ങും കാണാത്ത വേറിട്ട പലതരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന തെരുവു കച്ചവടക്കാർ. എങ്ങും ഒരു ബഹളവുമില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരം കച്ചവടക്കാർ ഉൽപ്പന്നങ്ങളുടെ പേരും വിലയും ഉറക്കെ വിളിച്ചു പറഞ്ഞ് കച്ചവടം ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഇവർ അത് നിശബ്ദമായി നിർവഹിക്കുന്നു. ചരിത്രനായകന്മാരുടെ ഒട്ടേറെ മനോഹരമായ ശിലാശില്പങ്ങൾ ഈ പാർക്കിൽ പണിതിട്ടുണ്ട്. നഗരത്തിനുള്ളിലെ ഒരു സമാധാന കേന്ദ്രമായി രൂപകൽപ്പന ചെയ്ത സെൻട്രൽ പാർക്ക് മനുഷ്യനിർമ്മിതമായ ഒരു പ്രകൃതിദത്ത അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും ശാന്തത കണ്ടെത്താം. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കും. നമ്മുടെ മുന്നിൽ വെച്ച് ജീവസ്സുറ്റ ചിത്രങ്ങൾ വരച്ച് ജീവസന്ധാരണം നടത്തുന്ന കലാകാരന്മാർ. തലയെടുപ്പോടെ നിൽക്കുന്ന ചരിത്ര പുരുഷന്മാരുടെ പൂർണ്ണകായ പ്രതിമകൾ. വിശ്വപ്രസിദ്ധ നാടകകൃത്ത് വില്യം ഷേക്സ്പിയറിൻ്റെ പ്രതിമയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.
നടന്നു കാണുകയാണെങ്കിൽ ഒരു ദിവസത്തിലേറെ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ പലരും സൈക്കിൾ റിക്ഷയിലും കുതിരവണ്ടികളിലുമാണ് പാർക്കിൽ ചുറ്റിക്കറങ്ങുന്നത്. അമ്പരചുംബികൾ നിറഞ്ഞു നിൽക്കുന്ന ന്യൂയോർക്ക് നഗരവാസികൾക്ക് മാത്രമല്ല, നഗരം സന്ദർശിക്കുന്ന ഓരോരുത്തർക്കും വലിയൊരാശ്വാസമാണ് ഈ പച്ചത്തുരുത്ത്. ഇവിടെ പ്രകൃതിയും നഗരവും ഒരുമിച്ചുള്ള ഒരു സമന്വയം സൃഷ്ടിക്കുന്നു. ഓരോ ചുവടിലും ഒരു പുതിയ കാഴ്ച സന്ദർശകർക്ക് സമ്മാനിക്കുന്നു. പച്ചപ്പുല്ല് വിരിച്ച വിശാലമായ മൈതാനങ്ങൾ, പ്രായഭേദമന്യേ ഏവർക്കും സന്തോഷം നൽകുന്ന മനോഹരമായ ഉദ്യാനം. ഇതൊരു ഉദ്യാനം മാത്രമല്ല, ഇതൊരു വേറിട്ട അനുഭവം, ഇതൊരു വിശ്രമം, ഇതൊരു നിശബ്ദ സംഗീതം. ശുചിത്വത്തിൻ്റെ കാര്യം പറയാനില്ല. എവിടെയും ഒരു തുണ്ട് കടലാസ് പോലും കാണാനില്ല. കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ ഇതുപോലെ ഒട്ടേറെ സൗകര്യങ്ങൾ ഈ പാർക്കിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം സൂര്യപ്രകാശം സ്വർണ്ണവർണ്ണമാകുന്നു. സ്കൈലൈൻ മന്ദമായി തെളിയുന്നു. നഗരത്തിൻ്റെ ലൈറ്റുകൾ തെളിയുമ്പോൾ പാർക്ക് ഒരു പുതിയ ഭാവത്തിലേക്ക് മാറുന്നു. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ. ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും ശാന്തത കണ്ടെത്താം. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കും. സെൻട്രൽ പാർക്ക് ഒരു സന്ദർശനമല്ല, ഒരു അനുഭവം. നമ്മെ വീണ്ടും നമുക്ക് തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലം. കുതിര പോലീസാണ് ആ പോകുന്നത്. ഒരു വനിതയും ഒരു പുരുഷനും. വിശാലമായൊരു പാർക്കാണ്. കുട്ടികളുടെ പ്ലേ ഏരിയയും കുതിരവണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാം. സന്ദർശകരെ കാത്തു നിൽക്കുന്ന മനോഹരമായ കുതിരവണ്ടികൾ, ഭംഗിയായി അലങ്കരിച്ച കുതിരകളും. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ന്യൂയോർക്കിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.